നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആൻസി, നമസ്കാരം. നമുക്കറിയാം, ശബരിമല കൊള്ള അത് CPM-ന്റെയും ഇപ്പോൾ ഭരിക്കുന്ന പിണറായി സർക്കാരിന്റെയും ഒത്താശയോടുകൂടി അല്ലാതെ അതൊരിക്കലും നടക്കില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ അറസ്റ്റിലാകുന്ന ആളുകളുടെ എല്ലാം തന്നെ ഒരു രാഷ്ട്രീയം എന്താണെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അതിനുള്ള ഒരു ഉത്തരം കിട്ടും. കാരണം എല്ലാവർക്കും കൃത്യമായി CPM എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധമുണ്ട്. പലരും പല മന്ത്രിമാരുടെയും ഏറ്റവും അടുത്ത് നിൽക്കുന്ന വിശ്വസ്തർ കൂടിയാണ്. ഇനിയിപ്പോൾ അടുത്തതറിയാനുള്ളത് മറ്റൊരു ഘട്ടത്തിലേക്ക് അന്വേഷണം SIT കടക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അടുത്തത് ആരുടെ മുറ്റത്തേക്കാണ്, ആരുടെ വീട്ടുമുറ്റത്താണ് SITയുടെ വണ്ടി വന്ന് ഇറങ്ങുക എന്നുള്ളതാണ്. ഇനി ഏത് ഉന്നതന്റെ പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ആളുകൾ ഇനി ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത്? അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ ഇതുവരെ വന്നിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ? ഏറ്റവും ഒടുവിലത്തെ ഒരു അന്വേഷണ സംഘത്തിന്റെ നീക്കപ്പോൾ ഏറ്റവും ഒടുവിലായി അറസ്റ്റിലായിരിക്കുന്നത് പത്മകുമാറാണ്. അപ്പോൾ ആളിന്റെ ഒരു കസ്റ്റഡി വാങ്ങിക്കൽ അതാണ് ഇപ്പോൾ അടുത്ത് നടക്കാനിരിക്കുന്നത്. ഇന്ന് അതിനുള്ള ശ്രമം കോടതിയിൽ അന്വേഷണ സംഘം നടത്തും. കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ മൊഴി കടകംപള്ളിക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം. അപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ആള് പറയുന്നത്, എന്തൊക്കെ വിഷയങ്ങളായിരിക്കും ഒരു കൂടുതലൊരു ആ മൊഴിയിൽ എന്തൊക്കെയാണ് ഒളിഞ്ഞിരിക്കുന്നത്, അതായത് പത്മകുമാറിന്റെ നാവിൻ തുമ്പത്തുള്ള രഹസ്യങ്ങൾ എന്തൊക്കെയാണ്, അത് പുറത്തേക്ക് വരുമ്പോൾ അത് ആരെയൊക്കെ ബാധിക്കും. പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു, ഞാൻ ദൈവതുല്യരായിട്ട് കണ്ടിട്ടുള്ള ചില വ്യക്തികൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആള് ദൈവതുല്യരായിട്ട് കണ്ടിട്ടുള്ള ആ വ്യക്തികൾ ആരാണ്, അവരുടെ പേര് പറയുമോ, അങ്ങനെ ഒരുപാട് ആകാംക്ഷ അല്ലെങ്കിൽ ആശങ്ക നിറഞ്ഞ മണിക്കൂറുകൾ. പ്രത്യേകിച്ച് പത്മകുമാറിന്റെ അറസ്റ്റോട് തന്നെ പാർട്ടി ഏതാണ്ട് ഒരു പ്രതിരോധത്തിലായ അവസ്ഥയാണ്. ഇനി പത്മകുമാറിന്റെ മൊഴി കൂടി പുറത്തു വരുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ കൂടി പത്മകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും അത് പാർട്ടിയെ വലിയ രീതിയിൽ ബാധിക്കുമോ എന്ന് നടക്കുമ്പോൾ, പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു സാഹചര്യം ഒക്കെ അറിയാവുന്നതാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ പാർട്ടിയെ വെട്ടിലാക്കിക്കൊണ്ടാണ് ഈ ഒരു പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു കസ്റ്റഡിയിൽ വാങ്ങി ആ ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം പോവുകയാണ്. ഇനി ഏറ്റവും കൂടുതൽ പ്രധാനം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു ആശങ്കയായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ട് പത്മകുമാറിനെ പാർട്ടി തള്ളുന്നില്ല അല്ലെങ്കിൽ ഒരു നടപടി പത്മകുമാറിനെതിരെ എടുക്കുന്നില്ല എന്നതൊരു ചോദ്യം തന്നെയാണ്. ഇപ്പോൾ പാർട്ടി സെക്രട്ടറി പറയുന്നത് കുറ്റാരോപിതൻ മാത്രമാണ് പത്മകുമാർ, കുറ്റം തെളിഞ്ഞിട്ടില്ല, എന്തിനാണ് ഇത്ര വെപ്രാളം, കോടതി കുറ്റക്കാരനെന്ന് വിധിക്കട്ടെ, അതുവരെ അദ്ദേഹം കുറ്റാരോപിതൻ മാത്രമാണെന്നൊരു വിചിത്രമായ വാദം അല്ലെ. നേരത്തെയൊക്കെ ഈ കുറ്റങ്ങൾ തെളിയുന്നതിന് മുൻപേ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആരോപണം വന്നാൽ തീർച്ചയായിട്ടും അവരെ വിമർശിക്കുന്നവരാണ് ഇപ്പോൾ ഈ ഒരു കാര്യം ഇത്രയും വലിയൊരു കേസിൽ വന്ന ഒരു വ്യക്തിയെ കുറ്റാരോപിതൻ മാത്രമാണെന്ന് പറഞ്ഞ് സംരക്ഷിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ പത്തനംതിട്ട CPM-ൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പത്തനംതിട്ടയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അറസ്റ്റിലായിരിക്കുന്നത്. വോട്ട് ചോദിച്ച് ജനങ്ങൾക്കിടയിലേക്ക് പോകുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഒരു നേതാവ് ഇത്രയും ചെയ്തിട്ടും എന്തുകൊണ്ട് നിങ്ങൾ നടപടി എടുക്കുന്നില്ല എന്ന് ജനങ്ങൾ ചോദിക്കുമ്പോൾ വോട്ട് ചോദിച്ചു പോകുന്നവർക്ക് മറുപടി ഇല്ലാത്ത അവസ്ഥ. അപ്പൊ ആകെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഘട്ടം. അപ്പൊ ഈ പ്രതിസന്ധിയിൽ നിന്ന് അവർ രക്ഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടി ഒരു നടപടി എത്രയും വേഗത്തിൽ എടുക്കേണ്ടിയിരിക്കുന്നു. പത്മകുമാറിനെതിരെ ഒരു നടപടി എടുക്കേണ്ടിയിരിക്കുന്നു. അത് വേഗത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് അനുമാനം. അത് എത്രയും വേഗം ഉണ്ടാകണം എന്ന് തന്നെയാണ് ചിലരെങ്കിലും ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നത് അല്ലെ. അത് അനിവാര്യമായ നടപടിയായിരിക്കുന്നു. പത്മകുമാറിനെ തള്ളുകയോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ, പ്രത്യേകിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് കുറ്റക്കാരെ സംരക്ഷിക്കില്ല, കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കുന്ന ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും പത്മകുമാറിനെതിരെ എത്രയും വേഗത്തിലൊരു നടപടി പാർട്ടി എടുക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് അണികൾ ഉത്തരം പറയാൻ മുട്ടുന്നല്ലെങ്കിൽ ഒരു മറുപടി ഇല്ലാത്ത അവസ്ഥയായി പോയി നിൽക്കുമെന്നതേ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും അന്വേഷണ സംഘം ഇപ്പോൾ കൂടുതൽ അന്വേഷണമൊക്കെ വ്യാപിപ്പിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് വിദേശ ഇടപാടുകളെ കുറിച്ചൊക്കെ. കഴിഞ്ഞ ദിവസം ആറന്മുളയിലെ പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിലടക്കം അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. കാരണം പല വിദേശ യാത്രകളും നടത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ സൂചനകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് പോയിരിക്കുന്നത്, ഇതിപ്പോൾ എല്ലാം സംശയത്തിന്റെ ഒരു നിഴലിൽ നിൽക്കുവാണ്. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഗൂഢാലോചന നടത്താനാണ് വിദേശത്തേക്ക് പോയതെന്ന് അറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും എവിടേക്കാണ് പോയിരിക്കുന്നത്, അവിടെ ആരെ കണ്ടു, ഏതെങ്കിലും ബന്ധുക്കളെയാണ് കാണാൻ പോയതെങ്കിൽ അതൊക്കെ ആരെ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി കൃത്യമായിട്ട് അന്വേഷിച്ചറിയേണ്ടതുണ്ട്. അതും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇത്തരത്തിൽ വിദേശ യാത്രകൾ നടത്തിയിട്ടുണ്ടെന്ന് അറിയുന്നു. ഇനി ഇരുവരും ഒരുമിച്ച് ഏതെങ്കിലും രാജ്യത്തേക്ക് പോയിട്ടുണ്ടോ, അതെന്തിനു വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത് എന്ന കാര്യങ്ങളൊക്കെ ഇനി അറിയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, വലിയൊരു ഇത്തരത്തിലുള്ള സ്വർണ്ണ മാഫിയ ഈ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഇത്തരത്തിലുള്ള
തരത്തിലുള്ള വിഗ്രഹങ്ങൾ, പഴയ ഒരുപാട് പഴക്കമുള്ള വിഗ്രഹങ്ങളും അതുപോലെ തന്നെ അവിടെയുള്ള വളരെ അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ, വിളക്കുകൾ, അതൊക്കെ പുറത്തേക്കുള്ള ഇത്തരത്തിലുള്ള സ്വർണ്ണ മാഫിയകൾക്ക് വലിയ ഡിമാൻഡാണെന്ന്. അപ്പോൾ അത്തരത്തിലുള്ള ഇടപെടലുകൾ വല്ലതും നടന്നിട്ടുണ്ടോ ശബരിമലയിൽ എന്നുള്ളൊരു സംശയം കോടതി അടക്കം നേരിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആരെയാണ് ഈ വിദേശത്തൊക്കെ പോയി കണ്ടിട്ടുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ പാസ്പോർട്ട് അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. അത് എന്തായാലും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ പത്മകുമാറിന്റെ ഭാര്യയുടെ ചില ആദായ നികുതി വിവരങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചില രേഖകളും ഈ പറഞ്ഞ പോലെ SIT എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അതും കൂടി പരിശോധിച്ച് കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഏതൊക്കെ കാലഘട്ടത്തിലാണ് ഇവർ വലിയ രീതിയിലുള്ള ഒരു പണമിടപാട് നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു വ്യക്തത വരും. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് വിദേശയാത്ര നടത്തിയിട്ടുണ്ട്. അപ്പൊ എന്ത് സാഹചര്യത്തിലാണ് ഇവരുടെ വിദേശയാത്ര? വാസുവായിട്ട് യാത്ര നടത്തിയിട്ടുണ്ട്. ഇവരുടെ ഈ വിദേശ വാസു അതുപോലെ തന്നെ പത്മകുമാർ, പോറ്റി ഇവരുടെയൊക്കെ വിദേശയാത്രകൾ എന്തിനായിരുന്നു? ഒരു പണമിടപാടുകൾ നടത്തിയിട്ടുണ്ട്. അത് എന്തിന്റെ ലക്ഷ്യത്തോട് നടത്തിയ പണമിടപാടുകളാണ്? ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അതിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ സംരക്ഷിക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്യാത്തൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്, രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടുന്ന ഒരു നിലപാടാണ് പാർട്ടി ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ശരിക്കുള്ള ഒരു സ്റ്റാൻഡേർഡ്, ഒന്നുകിൽ തള്ളിപ്പറയുക അല്ലെങ്കിൽ കൊള്ളുക, അത്തരത്തിലൊരു സ്ട്രോങ് ഡിസിഷൻ എടുക്കേണ്ട ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിലും പത്മകുമാറിനെ സംരക്ഷിക്കുന്ന കുറച്ച് പേരുണ്ട്. ഇപ്പോൾ ഈ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് അടക്കമുള്ളവർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് പത്മകുമാറിനെ സംരക്ഷിക്കുകയോ തള്ളിപ്പറയുകയോ വേണ്ട എന്ന നിലപാടാണ് ഇതുവരെ സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കും വരെ പത്മകുമാർ കുറ്റാരോപിതൻ മാത്രമാണെന്ന MP ഗോവിന്ദന്റെ നിലപാട്. അപ്പോൾ ഈ നിലപാടുകളൊക്കെ ഇനി മാറ്റം ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക്, പ്രത്യേകിച്ച് കസ്റ്റഡിയിൽ കൂടി വാങ്ങുന്ന സ്ഥിതിക്ക് ഈ നിലപാടുകൾ ഒരു മാറ്റം ഉണ്ടാകുമോ? അതുമല്ല, ഇത്തരത്തിലുള്ള നിലപാടൊന്നും ഇനി വില പോകില്ല എന്ന് തന്നെയാണ് അനുമാനം. കാരണം ഈ നിലപാടുകൾക്ക് ഇനി പ്രസക്തിയില്ല. കാരണം അറസ്റ്റ് എന്ന രീതിയിൽ അറസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി എന്തിന് സംരക്ഷിക്കുന്നു എന്ന ചോദ്യം വരുന്നുണ്ട്. ഇനി ഇപ്പോൾ ഈ പെട്ടെന്നൊന്നും കടകംപള്ളിയിലേക്ക് എത്തില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. അതിനിടയിൽ കുറച്ച് പേരെ കൂടി ഇനി അടുത്ത അറസ്റ്റ് അതേതാണെന്ന് ചോദിക്കുമ്പോൾ ഇടയ്ക്ക് നിന്ന് കളിച്ച കുറച്ച് പേര് കൂടി ഉണ്ട്. അവരുടെയൊക്കെ അറസ്റ്റ് അത് കഴിഞ്ഞിട്ടാകാം ചിലപ്പോൾ കടകംപള്ളിയിലേക്ക് എത്തുമോ എന്നതൊരു ചോദ്യം തന്നെ. കടകംപള്ളിയിലേക്ക് എത്താനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്നല്ലോ K. സുരേന്ദ്രൻ. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹം SIT-നെ കുറ്റപ്പെടുത്തിയിട്ടാണ് സംസാരിക്കുന്നത്. അതായത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് എന്നറിയാം. പക്ഷെ എന്നിരുന്നാലും SIT ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി ഈ അന്വേഷണത്തിൽ നടത്തുന്നുണ്ട് എന്നാണ് K. സുരേന്ദ്രൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു നിലപാട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടകംപള്ളി സുരേന്ദ്രനെ ഇത്രയും വീണ്ടും അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത്, അതിന് പിന്നിലുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പല തെളിവുകളും നശിപ്പിക്കാനായിട്ടായിരിക്കാം SIT അന്വേഷണം കടകംപള്ളിയിലേക്ക് എത്താതെ ഇത്രയും വൈകിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, പല ആളുകൾ നൽകിയിട്ടുള്ള മൊഴികൾ ഇപ്പോഴും ഹൈക്കോടതിയുടെ മുൻപിൽ എത്തിയിട്ടില്ല എന്നുള്ള ഒരു ആരോപണം കൂടി ഈ പറഞ്ഞ പോലെ K. സുരേന്ദ്രൻ ഉന്നയിക്കുന്നുണ്ട്. അതും അദ്ദേഹം ഈ കൃത്യമായിട്ട് ഈ കേസിനെ നിരീക്ഷിച്ചു വരുന്ന ഒരാളായിരിക്കും. അദ്ദേഹത്തിന്റെ ഒരു നിലപാട് അദ്ദേഹം പറഞ്ഞതാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ പറഞ്ഞ കാര്യം, അതായത് കടകംപള്ളിയിൽ മാത്രമല്ല ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന VN വാസവനിലേക്ക് അന്വേഷണം എത്തണം, ഇവരാരും അറിയാതെ ഇതൊന്നും സംഭവിക്കില്ല എന്നൊരു ആരോപണം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ്? എന്നാലും വലിയൊരു പ്രതിരോധത്തിലാണ് CPM അകപ്പെട്ടിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ. പ്രത്യേകിച്ച് ഭക്തരെ നമുക്കറിയാം, യുവതി പ്രവേശവുമായിട്ട് ബന്ധപ്പെട്ട് എന്തുമാത്രം ഒരു വലിയൊരു ബ്ലാക്ക് മാർക്കായിരുന്നു സർക്കാരിന് വീണത്. അതിൽ നിന്ന് ഏതാണ്ട് കരകയറി വന്നതായിരുന്നു ഈ അയ്യപ്പ സംഗമം നടത്തിയതിലൂടെ. അതിനുശേഷം അയ്യപ്പ സംഘം നടത്തി ദിവസങ്ങളാകുന്നില്ല, അതിനു മുന്നെയാണ് വലിയൊരു ഇടിവെട്ടേറ്റതുപോലെ ഇപ്പോൾ ഈ ഒരു വിഷയം ശബരിമല കൊള്ളക്കേസ് വന്നതും സർക്കാർ അടിമുടി ഈ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ CPM ഇതിനെ അതിജീവിക്കും? ഈ ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ശക്തമാണ്. എന്തായാലും തിരഞ്ഞെടുപ്പ് ഫലം കാണുമ്പോൾ ഈ ശബരിക്കൊള്ള ഇത് CPM-നെ ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അറിയാൻ സാധിക്കും, അല്ലേ? അതെ. ഈ ഒരു മണ്ഡലമാസത്തിൽ തുടങ്ങിയതാണ് ഈ ഒരു കൊള്ള. അടുത്തൊരു മണ്ഡലമാസത്തിലാണ് ഇപ്പോൾ അന്വേഷണം അവിടെ തകൃതിയായിട്ട് നടക്കുന്നത്. ഈ മണ്ഡലമാസം കഴിയുമ്പോഴേക്കും ഇതിന് പിന്നിൽ ആരൊക്കെ ഉണ്ട്, ഏതൊക്കെ ഉന്നതരുണ്ട്, അവരൊക്കെ തീർച്ചയായിട്ടും SIT-ക്ക് മുൻപിൽ എത്തട്ടെ, അല്ലെങ്കിൽ അവർക്ക് അതിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കട്ടെ. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും പങ്കുപറ്റിയിട്ടുണ്ടെങ്കിൽ ഒരാളെയും വെറുതെ വിടാൻ പാടില്ല. കൃത്യമായിട്ട് അവർ ശിക്ഷാ നടപടികൾ അവർക്ക് ലഭിക്കട്ടെ എന്ന് തന്നെയാണ് എല്ലാവർക്കും, കേരളത്തിലടക്കം എല്ലാവർക്കും അതാണ് മാത്രമാണ് പറയാനുള്ളത്.